95 സങ്കീർത്തനം 6 വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വരുവീൻ നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ നാം മുട്ടുകുത്തുക. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക എന്ന വിഷയത്തെക്കുറിച്ചാണ് തുടർന്ന് ഞാൻ സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ഒരു മനുഷ്യന്റെ മുൻപിൽ നാം മുട്ടുകുത്തുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്നുകിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും അനുഗ്രഹം പ്രാപിപ്പാൻ നാം അവരുടെ മുമ്പിൽ മുട്ടുകുത്താറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം മുട്ടുകുത്തുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുനിമിത്തം ഞാൻ സകല കുടുംബത്തിന്റെയും പേര് വരുവാൻ കാരണഭൂതനായ ദൈവം മുമ്പിൽ മുട്ടുകുത്തുകയാണ്. അവൻ ദൈവം മുമ്പിൽ പൗലോസ് മുട്ടുകുത്തുന്നത് അവിടെ രേഖപ്പെടുത്തുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുവിന്റെ നാമത്തിന് മുമ്പിൽ ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. പിതാവിന്റെ മുൻപിൽ നാം മുട്ടുകുത്തേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സകലരുടെയും, അത് ഭൂലോകരുടേതാകട്ടെ അധോലോകരുടേതാകട്ടെ സ്വർലോകരുടേതാകട്ടെ, മുട്ടുകുത്തണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവ മുമ്പിൽ നാം മുട്ടുകുത്തുമ്പോൾ തന്നെ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നാം മുട്ടുകുത്തുമ്പോൾ തന്നെ ആരുടെ മുമ്പിൽ മുട്ടുകുത്തരുത് എന്നും ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത, അവനെ ചുംബിക്കാത്ത അധരങ്ങളുള്ള 7000 പേർ ആഹാബിന്റെ കാലത്ത്, ഏലിയാവിന്റെ കാലത്ത് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നവൻ അവൻ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും മുട്ടുകുത്തരുതെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച 7 പേരെ കുറിച്ചും അവർക്ക് ലഭിച്ച മറുപടിയും നാം തുടർന്ന് ചിന്തിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. അവൻ ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അനുഗ്രഹത്തോടെ മാത്രമേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാവൂ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ എന്താണ് ചെയ്തത്? ദിവസവും ചെയ്തു വരാറുള്ളത് പോലെ തന്റെ വീട്ടിലേക്ക് ചെന്ന് മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് 3 നേരം അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് താൻ സ്തോത്രം ചെയ്യുകയാണ്. സിംഹത്തിന്റെ ഗുഹ ഒരുങ്ങിയെന്നുള്ളത് ശരിയാണ്, തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ താൻ മുട്ടുകുത്തുമ്പോൾ തനിക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവം മുമ്പിൽ മുട്ടുകുത്തുന്നവൻ രാജാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, ദൈവം മുമ്പിൽ മുട്ടുകുത്തുന്നവൻ സിംഹത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവനാണ്. ദാനിയേൽ ഇത്ര പ്രതികൂലത്തിലും മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ തയ്യാറായെങ്കിൽ ദാനിയേലിന്റെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ സിംഹത്തിന്റെ വായ് ദൈവം അടച്ചു കളഞ്ഞെങ്കിൽ, തന്റെ ദൂതനെ അയച്ച് ദൈവം അതിനെ അടച്ചു കളഞ്ഞെങ്കിൽ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മുമ്പിൽ ഏത് വിഷയമായിരുന്നാലും അതുകൊണ്ട് ചെല്ലാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 60-ാമത്തെ വാക്യം സ്തെഫാനോസിന്റെ പ്രാർത്ഥനയാണ്. സ്തെഫാനോസ് ഇപ്പോൾ മരണാസന്നനായിരിക്കുകയാണ്. തന്റെ നേരെ കരിങ്കൽ ചീളുകൾ ശത്രു വലിച്ചെറിയുകയാണ്. സ്തോത്രം. സ്തെഫാനോസ് ആ സമയത്ത് മുട്ടുകുത്തി സ്വർഗം തന്റെ തലയ്ക്ക് മുകളിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ദൈവമുഖത്തേക്ക് നോക്കി സ്തെഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവരുടെ പാപം നിർത്തരുതേ. സ്തെഫാനോസിന് മരണസമയത്ത് പോലും വേദനയാൽ നീറുന്ന അനുഭവത്തിലും ശരീരം മുറിഞ്ഞ രക്തം ധാരധാരയായി ഒഴുകുന്ന അനുഭവത്തിലും പ്രാർത്ഥിക്കുവാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറായെങ്കിൽ നമുക്കും ആ മാതൃക പിൻപറ്റാവുന്നതാണ്.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ പ്രാർത്ഥനയാണ്, പത്രോസിന്റെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് അവിടെ രേഖപ്പെടുത്തുന്നത്? തബീത ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ. മാനുഷികമായി ചിന്തിച്ചാൽ അബ്രഹാം പിതാവിന്റെ മടിയിൽ അവളുടെ ആത്മാവ് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ ഇനി അവൾ ജീവിച്ചിരിക്കാനോ സംസാരിക്കാനോ എഴുന്നേൽക്കാനോ യാതൊരു സാധ്യതയുമില്ല. ഇനി അവൾ നടക്കാൻ ഒരു സാധ്യതയുമില്ല, നടക്കുകയില്ല എന്ന് മനസ്സ് മന്ത്രിച്ചപ്പോൾ, പിശാച് ചെവിയിൽ മന്ത്രിച്ചപ്പോൾ, അതിനെതിരെ ആമൻ പത്രോസ് ആമൻ ദൈവ മുമ്പിൽ മുട്ടുകുത്തി ശവത്തിനു നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറയുകയാണ്, തബീത എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആമൻ കുട്ടിക്ക് പ്രാണൻ മടങ്ങി വന്നു. പത്രോസ് കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽക്കുകയാണ്. എത്ര നടക്കത്തില്ല, ജീവിക്കുകയില്ല, പുറത്തു വരികയില്ല, സംസാരിക്കുകയില്ല, വിടുതലില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് നടുവിൽ പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ മരിച്ച വ്യക്തിക്ക് വിടുതൽ കിട്ടിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നൊരു തീരുമാനമെടുക്ക്. ദൈവ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. അത് എങ്ങനെയായിരുന്നു? മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുക്കുകയാണ്. ആമേൻ. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ ആമേൻ കഴിയുമോ? ആമേൻ. കർത്താവ് പറയുകയാണ്, ആമേൻ, മനസ്സുണ്ടെങ്കിലെന്നോ കഴിയുമെന്നോ. ആമേൻ. കർത്താവ് അവനെ തൊട്ട് അവനെ ശുദ്ധമാക്കി അവന്റെ കുഷ്ഠരോഗം കർത്താവ് സൗഖ്യമാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് അശുദ്ധിയും മാറിപ്പോകും, ഏത് പാപവും മാറിപ്പോകും, ഏത് ബലഹീനതയും മാറിപ്പോകും. എപ്പോൾ കർത്താവിന് മുമ്പിൽ മുട്ടിന്മേലിരുന്ന് ആ വിഷയം ഏറ്റെടുത്ത് എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധമാക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമത്രേ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14-15 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ചന്ദ്രരോഗി ആമേൻ അദ്ദേഹത്തിന്റെ പിതാവ് കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ മുമ്പിൽ ആ മനുഷ്യൻ അങ്ങ് മുട്ടുകുത്തിയിട്ട് അവൻ മുട്ടിന്മേലിരുന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകൻ അവൻ ചന്ദ്രരോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു. അവൻ പിശാച് അവനെ പിടിച്ചിട്ട് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊന്നുകളയാൻ ഭാവിക്കുകയാണ്. നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ കൊണ്ടുവന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് ആ മകനെ വിടുവിച്ചെടുക്കുകയാണ്. സ്തോത്രം. കർത്താവിന് മുമ്പിൽ ആര് മുട്ടുകുത്തിയിട്ടുണ്ടോ, കർത്താവിന് മുമ്പിൽ ആര് മുഴങ്കാൽ മടക്കിയിട്ടുണ്ടോ, അവൻ തോറ്റുപോകുവാൻ, അവൻ പരാജയപ്പെടുവാൻ, അവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ദൈവം മുമ്പിൽ മുഴങ്കാൽ മടക്കൂ, ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ ഇരിക്കൂ, ദൈവസന്നിധിയിൽ ആമേൻ സറണ്ടർ ആകൂ. അവർ തോറ്റ് പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഒടുവിലായി നമ്മുടെ കർത്താവിന്റെ മാതൃക കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെ വിട്ട് കർത്താവ് ഒരു കല്ലേറ് ദൂരം മുൻപോട്ട് ചെന്ന് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഓ ഹല്ലേലൂയ! സകലത്തെയും സൃഷ്ടിച്ചവനായ, സകലത്തിന്റെയും കാരണഭൂതനായ, സകലവും ഉളവാകുവാൻ കാരണനായ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തോട് സമത്വമുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. ആ പാദപീഠത്തിൽ മുട്ടുകുത്തി കർത്താവ് പ്രാർത്ഥിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നെങ്കിൽ, ആമേൻ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ കർത്താവിന് മറുപടി കൊടുക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ ദൈവം അയച്ച് കർത്താവിനെ ശക്തിപ്പെടുത്തിയെങ്കിൽ, അഥവാ രക്തധമനികൾ പൊട്ടി കർത്താവിന്റെ രക്തം അവൻ ഗദസമനയിലെ പൂഴിമണലിനകത്ത് വീണ് കർത്താവ് ആമേൻ അതിവേദനയിലായി, പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവിന് ദൈവം മറുപടി കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ, സ്തെഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ, പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ, കുഷ്ഠരോഗി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ, ചന്ദ്രരോഗിയുടെ പിതാവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ,
പ്രാർത്ഥിച്ചപ്പോൾ, യേശുക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെല്ലാം മറുപടി കൊടുത്തെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്ക്. കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്, നിന്നോണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്, കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് 95:6 സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നത്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. കാരണം നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ മുമ്പിൽ, സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. തീരുമാനമെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ മുട്ടിന്മേലിരുന്നുള്ള പ്രാർത്ഥന, മുഴങ്കാലിന്മേലിരുന്നുള്ള പ്രാർത്ഥന, അതിന് ദൈവം മറുപടി തരാൻ പോവുകയാണ്. തീരുമാനമെടുത്താട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ആമേൻ. ഈ ദിവസം ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട വചന വെളിപ്പാടിനായി നന്ദിയോടെ സ്തോത്രം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ല ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരും കൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളിത് ഷെയർ ചെയ്യണമേ, ലൈക്ക് ചെയ്യണമേ, കമന്റ് ചെയ്യണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുവാൻ കഴിയും. ആമേൻ. ആ നിലകളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം സഹായിക്കും. ആമേൻ. നാളെ മറ്റൊരു മെസ്സേജുമായി കടന്നു വരുന്നവരെയും കർത്താവ് അവിടങ്ങളിൽ നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.